അരുതേ അരുതേ ചങ്ങാതികളെ, അരുമമരങ്ങൾ മുറിക്കരുതേ. കായും കനിയും നമ്മൾ കേകും കനകമരങ്ങൾ മുറിക്കരുതേ. കിളികൾക്കെല്ലാം വീടായി മാറും തളിർമരമിനിയും വെട്ടരുതേ. നമ്മുടെ ജീവനു താങ്ങായി നിൽക്കും അരുമമരങ്ങൾ മുറിക്കരുതേ. കുളിരും തണലും നമ്മൾ കേകും കുളിർമരമയ്യോ വെട്ടരുതേ. ഹായ്, നമസ്കാരം. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. ഈ ഒരു പരിസ്ഥിതി ദിനത്തിൽ ഞാൻ വന്നിട്ടുള്ളത് ഒഴുകുപാറയിലുള്ള എൻ്റെ വിദ്യാലയത്തിലാണ്. ഞാൻ ആദ്യമായി വിദ്യാഭ്യാസം തുടങ്ങിയ LP സ്കൂൾ ഒഴുകുപാറ LP സ്കൂളിലാണ് ഞാനെന്നുള്ളത്. ഇവിടെ ഇന്ന് ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ചടങ്ങ് നടക്കുന്നുണ്ട്. നമ്മുടെ സുഹൃത്തു കൂടിയായ സിനിലാലിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഞാൻ ഈ ഒരു ചടങ്ങിനെ പറ്റി അറിഞ്ഞത്. എന്തായാലും സ്കൂളും പരിസരമൊക്കെ ഒന്ന് കാണാം. ഇപ്പോൾ ഒരുപാട് പുതിയ ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ പഠിക്കുമ്പോൾ 4 or 5 ക്ലാസ് മുറികളുള്ള ഒരു കെട്ടിടം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ നിരവധി കെട്ടിടങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്നത്തെ കുട്ടികൾ എന്തുകൊണ്ടും വളരെ ഭാഗ്യം ചെയ്തവരാണ്. അവർക്ക് സയൻസ് ലാബ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ലാബ് തുടങ്ങിയ ഗവൺമെൻറ് LP സ്കൂളാണെങ്കിലും ഇത്രയും ആധുനിക സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ ഈ സ്കൂളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ചെറുതിലേ തന്നെ കമ്പ്യൂട്ടർ എന്താണെന്നും അതുപോലെ തന്നെ അത്യാധുനികമായ ലാബും ഒക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ പുതിയ കഞ്ഞിപ്പുര. നമ്മൾ ഈ ഉപ്പാവൊക്കെ പാചകം ചെയ്യുന്ന പുരയ്ക്ക് കഞ്ഞിപ്പുര എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പഴയതൊക്കെ ഇപ്പോൾ പൊളിച്ചു മാറ്റി. ഇപ്പോൾ അത് പുതിയ കഞ്ഞിപ്പുര ഇതാണ്. ഇത് പേരെന്താണ്? എത്ര നാളായി? 10 വർഷമായി. ഇവിടെയാണോ പഠിച്ചത്? 4 വരെ ഇവിടെയാണ് പഠിച്ചത്. ഇപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഭക്ഷണം? പിള്ളേരുടെ കാര്യം ദിവസം സാമ്പാറും തോരനും, ചെറുപയർ തോരൻ, ചൊവ്വ പാല്, തീയല്, എലിശ്ശോരി, ബുധൻ മുട്ട പുളിശ്ശേരി, തീയല്, മുട്ടയും പുളിശ്ശേരിയും തീയലും ചോറും, വ്യാഴം സാമ്പാറും ക്യാബേജ് തോരനും പാലും, വെള്ളി കടല തോരൻ പുളിശ്ശേരി. നിങ്ങളൊക്കെ ഇവിടെ പഠിക്കുമ്പോൾ അതുപോലെ ഉണ്ടായിരുന്നു? ഇല്ല. അന്ന് എന്തുവായിരുന്നുണ്ടായിരുന്നു? അന്ന് ഉപ്പുമാവ്. ഓർമ്മയുണ്ടോ? നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് നമുക്ക് ഇവിടെ ഒരു മാധവണ്ണനായിരുന്നു ഉപ്പാവൊക്കെ ചോദിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അറിയത്തില്ല. അറിയാമല്ലോ, മാധവണ്ണൊക്കെ അറിയാമല്ലോ. അടിപൊളി. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ വിവരങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഉപ്പുമാവ്, ഗോതമ്പിൽ ഉണ്ടാക്കുന്ന ഉപ്പുമാവ്, നമ്മളെ മാധവേണ്ണൻ ഉണ്ടാക്കി തരുന്ന ഉപ്പുമാവായിരുന്നു. അത് മെയിനായിട്ട് പഠിത്തത്തിന് ഉപരിയായിട്ട് അന്ന് ഉപ്പുമാവ് കഴിക്കാനാണ് ഇവിടെ വരുന്നത്. ഉച്ചയാകുമ്പോൾ അത് നമ്മളെ കടുവും അതുപോലെ തന്നെ കറിവേപ്പിലയും ഒക്കെ ഇട്ട് താളിച്ച ആ ഒരു ഉപ്പുമാവിൻ്റെ മണം മൂക്കിലോട്ട് കയറും. അതിപ്പോഴും അതിൻ്റെ ഒരു രുചി നാവിൽ ഉണ്ട്. കൊള്ളാം. എന്തായാലും വിദ്യാഭ്യാസ നിലവാരത്തോടൊപ്പം തന്നെ പിള്ളേർക്കുള്ള പോഷകാഹാരങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഭാഗ്യവാന്മാരാണ്. തുടർന്നും എല്ലാ ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ കുട്ടികൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ എൻ്റെ വിദ്യാഭ്യാസ തുടക്കം ഇവിടെയാണ്. അതായത് 1969 1-ാം ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിൻ്റെ വിദ്യാരംഭം ഇവിടെയായിരുന്നു. അന്ന് ഈ കെട്ടിടങ്ങളൊന്നുമില്ല. കുറച്ചപ്പുറത്ത് ചെറിയൊരു കെട്ടിടവും പിന്നെ ഈ കെട്ടിടത്തിൻ്റെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അന്ന് മുതൽ ഇവിടുത്തെ ഈ പ്രദേശം ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവിലെ എല്ലാ കുട്ടികളും 1-ാം ക്ലാസ്സിൽ വരുന്നത് ഈ സ്കൂളിലാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇല്ലാത്തൊരു ഓർമ്മ നമുക്കുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ സാറന്മാരെ മറന്നുപോകും, അധ്യാപകരെ അവർ മറന്നു പോവുകയാണ്. 5-ാം ക്ലാസ് കഴിയുമ്പോൾ 10-ാം ക്ലാസ് കഴിയുമ്പോൾ പിന്നെ അവർ നടക്കില്ല. പക്ഷേ എനിക്കല്ല, അന്ന് പഠിച്ചവർക്കെല്ലാം അന്നത്തെ അധ്യാപകരെ ഇപ്പോഴും നല്ല ഓർമ്മയാണ്. അവരൊക്കെ മരിച്ചുപോയി, അത് വേറെ കാര്യം. പക്ഷേ അന്നത്തെ ബാലേന്ദ്രൻ സാറ്, ശോഭന സാറ്, സുമതി സാറ്, ഇങ്ങനെയുള്ള അധ്യാപകർ ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അധ്യാപകരായിരുന്നു അന്ന്. അധ്യാപക ആ ഒരു വിദ്യാർത്ഥി ബന്ധം അത് വളരെ വലുതായിരുന്നു. മാത്രമല്ല വ്യക്തിത്വ രൂപീകരണം നടന്നതും ഇവിടെയാണ്. 5-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ സമയത്താണല്ലോ നമുക്ക് വ്യക്തിത്വ രൂപീകരണം നടക്കുന്നത്. ആ വ്യക്തിത്വമാണ് നമുക്ക് തീർച്ചയായിട്ടും ജീവിതകാലം മൊത്തം ഉണ്ടാകുന്നത്. ഇപ്പോൾ വളരെ നല്ല രീതിയിലാണ് സ്കൂൾ നടക്കുന്നത്.
ഇപ്പോൾ വളരെ ആധുനികമായ രീതിയിൽ സ്കൂളിൻ്റെ വികസനങ്ങൾ നടക്കുന്നു. കുട്ടികൾ അധികമായി ഒഴുകിയെത്തുന്നു. അധ്യാപകർ അനധ്യാപകരെല്ലാം വളരെ സന്തോഷപൂർവ്വം വളരെ ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നു. ഇവിടെ മരം വാഴുക മണ്ണിൽ എന്ന പരിപാടിയാണ് നമ്മളിന്ന് ഈ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതിൽ സന്നിഹിതരായിരിക്കുന്നവരെ സ്വാഗതം ചെയ്യുന്നതിനായി ലൈബ്രറി സെക്രട്ടറി ശ്രീമാൻ സുനിലാലിനെ ക്ഷണിച്ചു കൊടുക്കും. നിങ്ങളെല്ലാവരും നിൽക്കുകയാണ്. അതുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ കാലൊക്കെ കഴിക്കുമെന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് ഈ പരിപാടി തീർക്കേണ്ടതായിട്ടുണ്ട്. അതാണ് പ്രധാന ഘടകം. അല്ലെങ്കിൽ കുറേ നേരമൊക്കെ നമുക്ക് കലയോ പാട്ടോ ഒക്കെ ആയിട്ട് കൂടിപ്പോകാമായിരുന്നു. ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. നമുക്ക് നമ്മുടെ മണ്ണിനെ സംരക്ഷിക്കുന്നതിന് മരങ്ങൾ വാഴുക തന്നെ വേണം, അല്ലേ? മരങ്ങൾ വാഴണ്ടേ? ഒന്ന് ഉറച്ചു പറഞ്ഞേ. മരങ്ങൾ വാഴണം, അല്ലേ? ഒന്ന് ഏറ്റു പറഞ്ഞേ, മരങ്ങൾ വാഴട്ടെ, മരങ്ങൾ വാഴട്ടെ, മണ്ണുറയ്ക്കട്ടെ, മരങ്ങൾ വാഴട്ടെ, മണ്ണുറയ്ക്കട്ടെ. പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കും, പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കും. എങ്കിൽ മാത്രമേ നമ്മുടെ ഭൂമി നല്ല വിളവെടുത്ത് നല്ല കാർഷികപരമായ നല്ല ഫലങ്ങൾ നമുക്ക് നൽകി നല്ല വായു, നമ്മളെ ഓക്സിജൻ, അല്ലേ? നാം ശ്വസിക്കുന്ന ഓക്സിജൻ ശുദ്ധമായെങ്കിൽ മാത്രമേ നമുക്ക് അസുഖങ്ങളില്ലാതെ നന്നായി കരുത്തന്മാരായ കുട്ടികളായി വളരുവാൻ കഴിയുകയുള്ളൂ, ഇല്ലേ? ഇഷ്ടംപോലെ കിളികൾ വന്നിവിടെ ഇരിക്കണ്ടേ? തുമ്പിയും കുരുവിയും മൈനയും തത്തയും പ്രാവുകളും കാക്കയും അങ്ങനെ ഒട്ടനവധി കോഴിയും അങ്ങനെ ഒട്ടനവധി പക്ഷികൾ, ജീവജാലങ്ങൾ നമ്മളുടെ ജീവിതത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുമ്പോഴാണ് നമ്മുടെ പ്രകൃതി മനോഹരമാകുന്നത്, അല്ലേ? ഒരു കൂട്ടം കാട്ടുകുരുവി നാട്ടിലുള്ള കാഴ്ച കാണാൻ കാടുവിട്ടു നാട്ടിലേക്കു വിരുന്നു വന്നു. കൂട്ടമോടെ പറന്നവർ കുർഗിലാവിൻ കുന്നിറങ്ങി, കൂട്ടമോടെ പറന്നവർ കുർഗിലാവിൻ കുന്നിറങ്ങി. മണ്ണുപോയ മല കണ്ടു മനസ്സറിഞ്ഞു. നഗരത്തിനുയരത്തിൽ ഇലയില്ല മരക്കൊമ്പിൽ ഇര തേടി ഇണ തേടി അവർ ഇരുന്നു. ഒരു കൂട്ടം കാട്ടുകുരുവി നാട്ടിലുള്ള കാഴ്ച കാണാൻ കാടുവിട്ടു നാട്ടിലേക്കു വിരുന്നു വന്നു. കൂട്ടമോടെ പറന്നവർ കുകിലാവിൻ കുന്നിറങ്ങി. മണ്ണുപോയ മല കണ്ടു മനസ്സിറങ്ങി. നഗരത്തിനുയരത്തിൽ ഇലയില്ല മരക്കൊമ്പിൽ ഇര തേടി ഇണ തേടി അവർ ഇരുന്നു. മരമായാൽ ഇല വേണ്ടേ? വേണ്ടേ? മരമായാൽ എന്ത് വേണം? ഇല വേണം, ഇല്ലേ? മരമായാൽ ഇല വേണം, ഇലയ്ക്കുള്ളിൽ പച്ച വേണം, നിറം കൂട്ടി വീരിയുന്ന പൂക്കളും വേണം. നിറമുള്ള പൂക്കൾ വേണ്ടേ? നിറം കൂട്ടി വീരിയുന്ന പൂക്കളും വേണം. മരമെന്ന പേരു വന്നാൽ തണൽ നൽകാൻ യോഗ്യനായാൽ കുളിരിൻ്റെ കൂടാരത്തിൽ സ്വപ്നമുണ്ണാം. എവിടെയാണ് നമ്മൾ സ്വപ്നം കാണേണ്ടത്? കുളിരിൻ്റെ കൂടാരത്തിൽ. എവിടാ? കുളിരിൻ്റെ കൂടാരത്തിൽ സ്വപ്നം ഉണ്ണാം. കുളിരിൻ്റെ കൂടാരത്തിൽ സ്വപ്നമുണ്ണാം. കുരുവികൾ പരസ്പരം കഥ ചൊല്ലി പാടി ചൊല്ലി തിരികെയാ കാട്ടിലേക്കു പറന്നുപോയി. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? ലോക പരിസ്ഥിതി ദിനം. ഇന്ന് ഏത് ദിവസമാണ്? ഡേറ്റ് ഏതാണ്? ജൂൺ 5 ആണ്, അല്ലേ? 1972 ജൂൺ 5 മുതൽ ഐക്യരാഷ്ട്ര സംഘടന ഈ ഒരു ദിനം ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നു. എന്തിനു വേണ്ടിയായിരിക്കും?
നമ്മൾ എന്തിനാണ് പരിസ്ഥിതി ദിനം എല്ലാ വർഷവും ആചരിക്കുന്നത്? സ്കൂളിൽ നമ്മൾ ഒരുപാട് പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നുണ്ട്. എന്തിനാണ്? പറഞ്ഞോളൂ, എന്തിനാണ്? ആർക്ക് വേണ്ടിയാണ് പരിസ്ഥിതി ദിനം? ഭൂമിക്ക് വേണ്ടി അല്ലേ? നമ്മുടെ ഭൂമിക്ക് വേണ്ടി. നമ്മൾ എവിടെയാണ് അധിവസിക്കുന്നത്? ഭൂമിയിലാണ്. എന്തിനാണ് ഭൂമിക്ക് വേണ്ടി ഒരു ദിനം നമ്മൾ ആചരിക്കുന്നത്? നമ്മുടെ ഭൂമി എന്തായിക്കൊണ്ടിരിക്കുന്നു? നമ്മുടെ ഭൂമിയാണ് ഗ്രഹങ്ങളിൽ ജീവനുള്ള ഗ്രഹം. ഗ്രഹങ്ങളിൽ ജീവൻ നിലനിൽക്കുന്നത് എവിടെ മാത്രമാണ്? അത് നമ്മുടെ സ്വർഗമായ ഈ ഭൂമിയിലാണ്. ഇവിടെ ജീവൻ നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആർത്തുല്ലസിച്ച് സ്കൂളിലേക്ക് വരുന്നതും പഠിക്കുന്നതും എല്ലാം. ജീവിതമില്ലാത്ത മറ്റ് ഗ്രഹങ്ങളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെയൊന്നും ഇതുപോലെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് വന്ന് ഇതുപോലെ ഇരിക്കുന്നില്ല. നിങ്ങൾ ഹാപ്പി അല്ലേ? സന്തോഷത്തിലല്ലേ വന്നിരിക്കുന്നേ? ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നു അല്ലേ? പോളച്ചിറ പബ്ലിക് ലൈബ്രറിയുടെ പരിസ്ഥിതി ദിന ആഘോഷമാണ് ഇവിടെ നമ്മുടെ സ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്നത്. നമ്മൾ വൃക്ഷം നടുകയാണ്, തൈകൾ നടുകയാണ്. എന്തിനാണ്? നമ്മുടെ ഭൂമിയെ പഴയ പോലെ ഹരിതാഭമാക്കാൻ, ഹരിത ഭാവിയിലേക്കൊരു യാത്ര. അതാണ് 2024 നമ്മുടെ മുദ്രാവാക്യം. എന്താണ് 2024 മുദ്രാവാക്യം? ഹരിത ഭാവിയിലേക്കൊരു യാത്ര. നമ്മളൊരു മടക്കയാത്രയ്ക്ക് മനസ്സുകൊണ്ട് സജ്ജമാക്കി. അതുകൊണ്ടാണ് ഈ വിശിഷ്ട അതിഥികളെല്ലാം ഇന്ന് ഈ വേദിയിലേക്ക് സന്നിഹിതരായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത് നമുക്ക് വേണ്ടിയാകരുത്, അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാകണം, മറ്റുള്ളവർക്ക് വേണ്ടിയാകണം. അപ്പോൾ എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് പോളച്ചിറ പബ്ലിക് ലൈബ്രറിയുടെ മരം വാഴട്ടെ മണ്ണിൽ. മരം വാഴട്ടെ, കണ്ടില്ലേ? മരം വാഴട്ടെ മണ്ണിൽ. മരം എവിടെയാണ് വാഴേണ്ടത്? മണ്ണിലാണ്. മണ്ണ് നമുക്ക് പരിപാലിക്കണം. മണ്ണുണ്ടെങ്കിലേ മരമുള്ളൂ, മരമുണ്ടെങ്കിലേ നമ്മളുള്ളൂ. മരം നമുക്ക് ജീവവായു തരുന്നതാണ്. അപ്പോൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊള്ളൂ. ഒരു മരം മുറിക്കുമ്പോൾ 2 മരം വെച്ച് പിടിപ്പിക്കണം. പിടിപ്പിക്കുമോ? അച്ഛൻ ഒരു മരം മുറിക്കുമ്പോൾ പറയണം അച്ഛനോട്, അച്ഛാ ഇത് ഇപ്പം മുറിക്കേണ്ട ആവശ്യം വന്നു, നമ്മൾ മുറിച്ചു, ഇതിന് പകരം അച്ഛൻ 2 തൈ നടണം, അല്ലെങ്കിൽ നിങ്ങൾ നടണം. അപ്പോൾ അച്ഛൻ അതിശയപ്പെടും ഇല്ലേ? എല്ലാവർക്കും ഈ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ആശംസ നേർന്നുകൊണ്ട് നമ്മുടെ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയ പോളച്ചിറ ലൈബ്രറി അംഗീകാരമാർക്കും എല്ലാവർക്കും ആശംസ അറിയിക്കുന്നു. വീട്ടിൽ പ്ലാസ്റ്റിക് കവർ ഉപയോഗിക്കാറുണ്ടോ? പ്ലാസ്റ്റിക് കവർ ഒട്ടും തന്നെ ഉപയോഗിക്കരുത്. ഈ പ്ലാസ്റ്റിക് ഒന്നും തന്നെ മണ്ണിൽ കുഴിച്ചിടുകയോ കത്തിക്കുകയോ ചെയ്യാൻ അച്ഛനമ്മമാരെ അനുവദിക്കരുത്. അവരോട് പറയണം, ഇത് മണ്ണിൽ കുഴിച്ചിടാൻ പാടില്ല, ഇത് മണ്ണ് മലിനീകരണം ഉണ്ടാവും, കത്തിക്കാൻ പാടില്ല, വായുവിൽ മലിനീകരണം ഉണ്ടാവും, ഇതൊക്കെ നമുക്ക് പ്രശ്നങ്ങളുണ്ടാക്കില്ലേ? പറയുമോ എല്ലാവരും? പരിസ്ഥിതി സംരക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന്, പരിസ്ഥിതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ എല്ലാം ടീച്ചർ പറഞ്ഞു, മറ്റുള്ളവരെല്ലാവരും പറഞ്ഞു. അതുകൊണ്ട് കൂടുതൽ ഞാൻ സംസാരിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും, കൊച്ചുകുട്ടികളായ നിങ്ങളെല്ലാം ഓരോരുത്തർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ. എങ്ങനെയാണ് തൈകളുണ്ടാകുന്നത്? അപ്പോൾ നമുക്ക് ഈ വൃക്ഷങ്ങൾ വയ്ക്കുന്നതിൻ്റെ ഫലത്തിൽ നിന്നുണ്ടാകുന്ന അരികളിൽ നിന്നാണ് ഈ തൈകൾ ഉണ്ടാകുന്നത് അല്ലേ? അപ്പോൾ ഈ ഫലവൃക്ഷങ്ങൾ കൂടുതലായി നമ്മൾ വച്ചു വളർത്തി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിക്കുവാനും നമുക്ക് ഭക്ഷണത്തിനും കിളികൾക്കും മറ്റും ആവശ്യമായ ഫലങ്ങളും ഉണ്ടാവും. അതറിയാവോ? ഈ പുസ്തകം നമ്മുടെ ഈ സ്കൂളിൽ വെച്ച് പരിപാടി നടത്തിയ പോളച്ചിറ പബ്ലിക് ലൈബ്രറിക്ക് എൻ്റെ ഒരു സന്തോഷമായിട്ട് ഞാൻ സംഭാവനയായി നൽകിയാണ്, സമ്മാനമായി നൽകിയാണ്, നിങ്ങളുടെ ഏവരുടെയും അനുഗ്രഹത്തോടെ. കൊടുക്കട്ടെ? എൻ്റെ പേര് അൻശ്രീ AS. ഞാൻ പഠിക്കുന്ന 4ാം ക്ലാസ്സിൽ. ഇന്ന് ജൂൺ 5 പരിസ്ഥിതി ദിനം. സ്കൂളിൽ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. ഞാൻ വരച്ച പടമാണ്. എൻ്റെ പേര് നേത്ര വിനീത്, സ്റ്റാൻഡേർഡ് 4. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നു.
എൻ്റെ പേര് മഞ്ജിമ. ഞാൻ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇന്ന് ജൂൺ 5 പരിസ്ഥിതി ദിനമാണ്. പരിസ്ഥിതിയെക്കുറിച്ചും അതിനെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും നമ്മൾ എല്ലാവരും ഒരുപാട് ബോധവാന്മാരാവേണ്ടതാണ്. എൻ്റെ പേര് അനയരാജ്. ഞാൻ 2ാം ക്ലാസ്സിലാണ്. ഞാൻ ഇന്നൊരു പാട്ട് ആണ് പാടാൻ പോകുന്നത്. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. അപ്പോൾ നമ്മുടെ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള ആ ഒരു ചടങ്ങും അതുപോലെ തന്നെ മരന്നടിയിലും ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുത്തെ ആഹാരമൊക്കെ പാകമായെന്ന് തോന്നുന്നു. ചെറിയ മണമൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഒരു കലവറയിലേക്കൊന്ന് പോകാം. എന്തൊക്കെ വിഭവങ്ങൾ റെഡിയായിട്ടുണ്ടെന്ന് നോക്കാം. ഒന്ന് ചോറുണ്ട്, പിന്നെ പുഴുങ്ങിയ മുട്ടയുണ്ട്, പിന്നെ പുളിശ്ശേരി, സോയാബീൻ തീയൽ അല്ലേ, സോയാബീൻ തീയൽ. എല്ലാ ദിവസവും ഈ ഭക്ഷണം ഇവിടെ ഉണ്ട്. രുചികരമായ ഒരു ഭക്ഷണമാണ് കുട്ടികൾക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. കുട്ടികളെല്ലാം ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും ഒക്കെയാണ് ഇപ്പോൾ പഠിക്കുന്നത് അല്ലേ. നല്ല വിദ്യാഭ്യാസ സൗകര്യങ്ങളും ലാബും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ലാബ്, അതുപോലെ തന്നെ നല്ല ടോയ്ലറ്റുകൾ എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മുടെ കുട്ടിക്കാലത്ത് കുറേ ഓർമ്മകളൊക്കെ അയവിറക്കിക്കൊണ്ട് നമ്മുടെ ഈ സ്കൂളിൽ നിന്നും തൽക്കാലം വിട പറയുകയാണ്. ചൊരിയും മുലപ്പാടിനോർമ്മയുമായി പകരം തരാൻ കൂപ്പ് കൈ മാത്രമായി, ചൊരിയും മുലപ്പാടിനോർമ്മയുമായി പകരം തരാൻ കൂപ്പ് കൈ മാത്രമായി, ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പം മാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ, ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പം മാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ, ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പം മാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി.